നമസ്കാരം LibreOffice Drawയിലെ എഡിറ്റിംഗ് കർവ്സ് ആൻഡ് പോളിഗോൺസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഡ്രോ ഉപയോഗിച്ച് കർവ്, പോളിഗോൺ എന്നിവ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഈ ട്യൂട്ടോറിയൽ പിന്തുടരണമെങ്കിൽ നിങ്ങൾക്ക് LibreOffice Drawയുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് പതിപ്പ് 10.04ഉം LibreOffice സ്യൂട്ട് പതിപ്പ് 3.3.4ഉമാണ്. നമുക്ക് റൂട്ട് മാപ്പ് ഒന്നുകൂടി വരയ്ക്കാം. മുൻപ് നമ്മൾ കർവുകളും പോളിഗോണുകളും വരയ്ക്കാൻ പഠിച്ചു. അത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. സ്കൂൾ ക്യാമ്പസിന്റെ ആകൃതി മാറ്റുക. ഇതിനായി നമുക്ക് എഡിറ്റ് പോയിന്റ് എന്ന ടൂൾബാർ ഉപയോഗിക്കാം. മെയിൻ മെനുവിൽ നിന്നും വ്യൂ ക്ലിക്ക് ചെയ്ത് ടൂൾബാറിലെ എഡിറ്റ് പോയിന്റ്സ് തിരഞ്ഞെടുക്കുക. എഡിറ്റ് പോയിന്റ്സ് എന്ന ടൂൾബാർ കാണാം. ഇപ്പോൾ നമുക്ക് സ്കൂൾ ക്യാമ്പസ് എന്ന പോളിഗോൺ തിരഞ്ഞെടുക്കാം. എഡിറ്റ് പോയിന്റ്സ് ടൂൾബാറിൽ കാണുന്ന പോയിന്റ്സ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പച്ച നിറത്തിലുള്ള സെലക്ഷൻ ഹാൻഡിൽ നീല നിറമുള്ള എഡിറ്റ് പോയിന്റ്സ് ആയി മാറുന്നു. ഇത് നമ്മൾ എഡിറ്റ് പോയിന്റ്സ് മോഡിലാണ് എന്ന് സൂചിപ്പിക്കുന്നു. എഡിറ്റ് പോയിന്റ് ടൂൾബാറിൽ ഇൻസേർട്ട് പോയിന്റ്സ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഡ്രോ പേജിലേക്ക് നീക്കുക. കഴ്സർ ഒരു പ്ലസ് ചിഹ്നമായി മാറും. ഈ ചിഹ്നം സ്കൂൾ ക്യാമ്പസ് എന്ന പോളിഗോണിലെ ഇടതുവശത്തുള്ള ഔട്ട്ലൈനിലേക്ക് കൊണ്ടുവരിക. ഇടത് മൗസ് ബട്ടൺ അമർത്തി ഇടതുവശത്തേക്ക് വലിക്കുക. ബട്ടൺ റിലീസ് ചെയ്യുക. നിങ്ങൾ ഒരു പോയിന്റ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഉണ്ടാക്കിയ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പോയിന്റ്സ് ടൂൾബാറിലെ ഓപ്ഷനുകൾ ലഭ്യമാണ്. സിമെട്രിക് ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്യുക. കുത്തുകളോട് കൂടിയ ഒരു കൺട്രോൾ ലൈൻ പോയിന്റിനടുത്തായി ദൃശ്യമാകുന്നു. ഈ കൺട്രോൾ ലൈൻ പുറത്തേക്ക് കൊണ്ടുവന്ന് ക്യാമ്പസിന്റെ ആകാരം മാറ്റാവുന്നതാണ്. ഇപ്പോൾ ആകാരം മാറ്റി. എഡിറ്റ് പോയിന്റ്സ് ടൂൾബാറിൽ നിന്ന് പുറത്തു കടക്കാൻ പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്യാമ്പസിന്റെ വലതുഭാഗത്തേക്ക് കുറച്ച് വലുപ്പം കൂട്ടാം. വലതുവശത്ത് മുകളിലുള്ള അവസാനത്തെ പോയിന്റിലേക്കാണ് നാം നീങ്ങുന്നത്. സ്കൂൾ ക്യാമ്പസ് പോളിഗോൺ ആയി തിരഞ്ഞെടുക്കുക. എഡിറ്റ് പോയിന്റ്സ് എന്ന ടൂൾബാർ പ്രാപ്തമാക്കുക. നീല നിറമുള്ള എഡിറ്റ് പോയിന്റ് ബോക്സ് ദൃശ്യമാകും. നിങ്ങൾക്ക് ഈ പോയിന്റ് തിരഞ്ഞെടുക്കാം. എഡിറ്റ് പോയിന്റ്സ് ടൂൾബാറിലെ മൂവ് പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്യുക. തിരഞ്ഞെടുത്ത പോയിന്റ് കടും നീല നിറമായി കാണും. ഇപ്പോൾ വലതുവശത്തേക്ക് കൊണ്ടുവരിക. നമുക്ക് ആവശ്യാനുസരണം ഗ്രിഡ് ഉപയോഗിച്ച് ഒബ്ജക്റ്റിന്റെ സ്ഥാനം ഉറപ്പിക്കാം. നമ്മൾ വീണ്ടും സ്കൂൾ ക്യാമ്പസിന്റെ ആകൃതി മാറ്റിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ നിർത്തിയിട്ട് ഒരു അസൈൻമെന്റ് നോക്കാം. ഒരു കർവ് വരച്ച് എഡിറ്റ് പോയിന്റ്സ് എന്ന ടൂൾബാറിൽ എല്ലാ ഓപ്ഷനുകളും നമുക്ക് നോക്കാം. എഡിറ്റ് പോയിന്റ്സ് ടൂൾബാർ പഠിക്കുന്നതിന് നിങ്ങൾക്ക് ധാരാളം പ്രാക്ടീസ് വേണമെന്ന് ഓർക്കുക. അവസാനമായി നമുക്ക് മാപ്പിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും തരംതിരിക്കാം. കീബോർഡിൽ Ctrl+A എന്നീ കീകൾ അമർത്തി കോണ്ടെക്സ്റ്റ് മെനുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എല്ലാ ഒബ്ജക്ട്സും നമുക്ക് കാണാം. മാപ്പ് പൂർത്തിയായി. നിങ്ങൾക്ക് ബിൽഡിംഗ് കളർ ചെയ്യാം, ലൈനുകൾ ഉപയോഗിച്ച് റോഡുകൾ ചേർക്കാം, ട്രാഫിക് സിഗ്നലുകൾ, അതുപോലെ ആവശ്യമായ എന്തും കൂട്ടിച്ചേർക്കാം. ഇവിടെ കളർ ചെയ്ത ഒരു റൂട്ട് മാപ്പിന്റെ മാതൃകയാണ്. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ നാം പഠിച്ചത് കർവ്, പോളിഗോൺ എന്നിവ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു അസൈൻമെന്റ് ഉണ്ട്. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന മാപ്പ് സൃഷ്ടിക്കുക. ഇനി പറയുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാൻ കഴിയും. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇത് ICT, MHRD തുടങ്ങിയ നാഷണൽ വിദ്യാഭ്യാസ മിഷന്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്.
ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചുവടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.